ഫ്രണ്ട്സ്, ലാലേട്ടൻ ചിക്കൻ കറി. ലാലേട്ടൻ വെച്ചതിൻ്റെ വേറൊരു വെറൈറ്റി ഞങ്ങളിവിടെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഒരു പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. നമുക്ക് കുവൈറ്റിൽ ചെറിയ ഉള്ളി കിട്ടാൻ ഭയങ്കര വിലയായതുകൊണ്ട് നമ്മൾ വെല്ലുള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതെ. പിന്നെ കറിവേപ്പില, ഗരം മസാല നമ്മൾ പൊടിച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചേക്കുന്നത് കഴുകിയിട്ട്, പിന്നെ ആവശ്യമുള്ള സാധനം ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞല്ലോ, ലാലേട്ടൻ്റെ കറീനകത്ത് ലാലേട്ടൻ തേങ്ങ ചുട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചുടാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് ചിരവിയെടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്ത് സെറ്റാക്കി വെച്ചേക്കുന്നത്. ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിടാം. പഗ്, വെളുത്തുള്ളി, ഇഞ്ചി, മസാല, കറിവേപ്പില, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില നമുക്കിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ, ചിക്കൻ, തേങ്ങ ഇട്ടു, ചിക്കൻ ഇട്ടു, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടു, പിന്നെ കുരുമുളക് പൊടി ഇട്ടു. ഇനി ഇതിൽ ഏറ്റവും വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. തേങ്ങയിൽ ഓൾറെഡി ഓയിൽ ഉണ്ടായിരിക്കും, ചെറിയൊരു ഓയിൽ ഉണ്ടായിരിക്കും, പിന്നെ ചിക്കനിൽ വെള്ളം ഉണ്ടായിരിക്കും. അഥവാ ജസ്റ്റ് അടി പിടിക്കുവാണെന്ന് തോന്നുവാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുത്താൽ മാത്രം മതി. മിണ്ടല്ലേ പറയട്ടെ. അപ്പൊ ചിക്കൻ കറി കണ്ടല്ലോ. ഇനി ഇത് 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ അല്ലേ ഇട്ട് മൂടി വെച്ച് വേവിക്കുക. ലാലേട്ട സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അത് ഞങ്ങളുടേതായ രീതിയിൽ ചതച്ചിട്ടാൽ മതി, അധികം പണിയും ഇല്ല, പൊടികളുടെ ആവശ്യമില്ല, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ. ഈ ചിക്കനിലുള്ള വെള്ളവും തേങ്ങയിലുള്ള എണ്ണയും നമ്മൾ ഓൾറെഡി ഒഴിച്ചേക്കുന്ന എണ്ണയും പാടെ അതിലാണ് ചിക്കൻ വേവേണ്ടത്. നമ്മളത് ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുത്താൽ മതി അല്ലേ? ഫൈനലായി അല്ലേ? ചിക്കനിലെ വെള്ളവും തേങ്ങയിലെ എണ്ണയെല്ലാം ഇറങ്ങിയിട്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചില്ല. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ? യെസ്. ലാലേട്ട സ്പെഷ്യല്, ഇവിടെ മമ്മൂട്ടി സ്പെഷ്യല് അടുത്ത ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും റെഡി ആയതിനു ശേഷം ഇന്നസെന്റ് ആയിട്ട് ഞാനിരുന്ന് കഴിക്കണായിരിക്കും അല്ലേ ബ്രോ? അപ്പൊ എല്ലാവർക്കും നല്ലൊരു വീഡിയോയുമായി വരുന്നുണ്ട്. ബൈ ബൈ ചക്കരമ്മ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവളുടെ സ്പെഷ്യൽ ലാലേട്ട സ്പെഷ്യൽ. യെസ് ഗൈസ്, താങ്ക്സ് ടു ലാലേട്ടൻ ഫോർ ദിസ് വണ്ടർഫുൾ ചിക്കൻ കറി.